ഇപ്പോഴാണോ വരണേ? എത്ര നേരമായി പാൽ കുടിക്കാൻ പോയിട്ട്? ആ പിള്ളേരൊക്കെ ചായ ചായ എന്നും പറഞ്ഞ് ചോദിച്ചു വരുമായിരുന്നു. ഇനി ചായ കുടിക്കണ്ടേ? പിള്ളേര് അവർക്ക് സമയത്തിന് ചായ കിട്ടണ്ടേ? രാവിലെ പോയതല്ലേ ഇവിടുന്ന് പാൽ കുടിക്കാനായിട്ട്? ഓ, ജംഗ്ഷനിലേക്ക് ഇറങ്ങി തിരിച്ചിരുന്നു. വീട്ടിൽ വന്നിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ലല്ലോ. അവിടെ ആരെങ്കിലും സംസാരിച്ചോണ്ടൊക്കെ നിൽക്കുക. ആര്? ആരാണ്? വിഷ്ണുവാ? ആ എണീറ്റോന്ന് അറിയില്ല. എന്തായാലും ഇങ്ങോട്ട് വന്നില്ല. അവരൊക്കെ വളർന്നു പോയി. നീ പറഞ്ഞ പോലെ ഈ കരുതാമാശയിടയ്ക്ക് പിള്ളേർ പറഞ്ഞ ഞാൻ അറിഞ്ഞില്ല. എഞ്ചിനീയറെ വിളിച്ചായിരുന്നോ? വിളിക്കാതിരിക്കാൻ പറ്റുമോ? ഞാൻ പിന്നെ അങ്ങ് കുഞ്ഞു തൊടാതെ സംസാരിച്ചു. എന്ത് പറഞ്ഞു? ഇപ്പൊ എഞ്ചിനീയർ പറഞ്ഞ് ഇപ്പോഴത്തെ പിള്ളേരെ ഒന്നും നിർബന്ധിക്കണ്ട, സമയമാകുമ്പോൾ എല്ലാം നടക്കും. നമുക്ക് നല്ലത് വരാൻ വിധിയില്ല. നല്ലത് വിധിച്ചിട്ടില്ലെന്നാ. എന്റെ അച്ഛൻ ഈ ലോകത്ത് എഞ്ചിനീയറിന്റെ കസിന്റെ മോളല്ലാതെ വേറെ പെൺപിള്ളേരൊന്നുമില്ലേ? ചേട്ടൻ ഇതിനും നല്ല പെൺകുച്ചിനെ കിട്ടുവച്ചാ? ആ കിട്ടും. കുഴിപ്പള്ളത്തെ നല്ല ബന്ധമുണ്ടെങ്കിൽ നോക്കട്ടെ. അവൻ ഇപ്പൊ വന്ന് കെട്ടും. അവന് കല്യാണം വേണമെന്നല്ല അവൻ നടക്കണത്. അച്ഛാ, ചേട്ടൻ അങ്ങനെ പറഞ്ഞെന്ന് വെച്ചോണ്ട് നമുക്ക് അങ്ങനെ വിട്ടുകളയാൻ പറ്റൂ? നമ്മുടെ ഏട്ടനല്ലേ? പിന്നെ നമുക്ക് എല്ലാവരും കൂടെ ആലോചിച്ചിട്ട് തീരുമാനം എടുക്കുക. ഇപ്പോഴത്തെ കുറെ പിള്ളേരുണ്ട്, ന്യൂജൻ പിള്ളേര്. ഇവര് മാരേജ് വേണ്ടെന്ന് പറഞ്ഞാണ് നടക്കണത്. പക്ഷെ അവരുടെ തോട്ടിന്റെ പാത്ത് കണ്ടുപിടിച്ചാൽ കല്യാണം കഴിപ്പിക്കാൻ പറ്റും. അതെ, അവരുടെ തോട്ടിന്റെ പാത്ത് കണ്ടുപിടിച്ച് ഒരുപാട് കല്യാണം നടത്തിയിട്ടുണ്ടല്ലേ. വയസ്സ് 15 ആയുള്ളൂ കേശുവേ. അടങ്ങി കിട്ടാ. എനിക്കൊരു ചായ വേണം. പാലിപ്പോ കൊണ്ടുവന്നേ ഉള്ളൂ. ചായ ഇടണം. ഞാൻ ഒരു 10-12 മണി ഞാൻ ഇവിടെ ഇറങ്ങും. ഊണ് കഴിഞ്ഞ് ഉച്ചയ്ക്ക് ശേഷം ഇറങ്ങുന്നല്ലേ എന്നോട് പറഞ്ഞേ? നേരത്തെ ഇറങ്ങിക്കളയാ. നേരത്തെ ഇറങ്ങുമ്പോ അവിടെ കമ്പനി പോയിരിക്കും. തൊട്ടടുത്തൊരു കടയുണ്ട്. അവിടുന്ന് ആഹാരം കഴിച്ച് ഒരു 70 രൂപ എടുത്ത് കഴിഞ്ഞാൽ നല്ല ഊണും ഇങ്ങനെ കിട്ടും. അച്ഛൻ തമ്മ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പോണേ? ഇതാണ് നോക്കണത്. ഇതിപ്പോ അച്ഛൻ ഇങ്ങനെ ആവാൻ കാരണം ഞാൻ കാരണം ഇങ്ങനെ അച്ഛനായെന്ന് എനിക്കിപ്പോ തോന്നണത്. അച്ഛൻ അവനെ നോക്കണമില്ല, മൈൻഡ് ചെയ്യണം, മിണ്ടണമില്ല. ഇതിനെക്കാട്ടി ബെസ്റ്റമ്മ. സത്യം പറഞ്ഞിട്ട് വല്ല ട്രാൻസ്ഫറും കിട്ടി എവിടെ ദൂരത്ത് എവിടെയെങ്കിലും ഞാൻ ജീവിച്ചോളാം സമാധാനത്തോടെ. നല്ല കാര്യമാടാ. എല്ലാവരും അങ്ങ് പോ. അവസാനം ഞാനും പാറക്കുട്ടിയും മാത്രം അവിടെ താമസിച്ചോളാം. സമാധാനം കിട്ടും. ഞാൻ ഒരു കാര്യം പറയാട്ടാ. ചേട്ടനെ വെച്ചാൽ ഇങ്ങനെ തുടരുവാണെങ്കിൽ ഞാൻ സാധനങ്ങളൊക്കെ എടുത്തോട്ട് കുഴിപ്പുറത്ത് പോകും. തുടങ്ങിയല്ല. ഒരു കാര്യം ചെയ്യും, ഇപ്പൊ തന്നെ കെട്ടും കിടക്കെ എടുത്ത് പൊക്കോ. ഞാൻ എങ്ങോട്ടെങ്കിലും പൊക്കോളാം. ഇനി ആരെങ്കിലും ഈ വീട്ടിൽ നിന്ന് പുറത്തു പോകുമെന്ന് പറഞ്ഞ ഞാൻ പാറുവിന്റെ അടുത്തിട്ട് പടവലത്തേക്ക് അങ്ങ് പോകും. പിന്നെ ഇങ്ങോട്ട് വരികയേ ഇല്ല. അറിയാലോ എന്റെ സ്വഭാവം. പറഞ്ഞ അതുപോലെ തന്നെ ഞാൻ ചെയ്യും. എല്ലാരും ഒന്ന് ഇങ്ങനെ സംസാരിക്കണം നിർത്തുവോ? ഇപ്പൊ എന്ത് പറഞ്ഞാലും എനിക്കിട്ട് ഫോക്കസ് ചെയ്ത് സംസാരിക്കണ പോലെ ഉണ്ട്. ചേട്ടാ, ഞാൻ ഒരു കാര്യം പറയട്ടെ. ഇത്രയും കണ്ട് ടെൻഷൻ അടിക്കാൻ ഭേദം ഒരു കല്യാണം കഴിക്കണതല്ലേ. ഇത്ര കഷ്ടപ്പാടുണ്ടോ ഒരു കല്യാണം കഴിക്കാൻ? നീ കുഴപ്പത്തിന് നിൽക്കണ കേട്ടോന്നല്ല, എന്നെ പ്രാന്തുറപ്പിക്കില്ല കേട്ടോ രാവിലെ തന്നെ. ഇപ്പൊ ഞാൻ അങ്ങോട്ടോ അച്ഛൻ്റെ ഇരുത്തം കാണുമ്പോ എനിക്ക് എന്തോ പോലെ അച്ഛൻ്റെ ഇരുത്തം കാണുമ്പോ നിനക്ക് എന്തോ പോലെ. ഞാൻ ഇങ്ങനെ ഞാൻ കൊണ്ട് തന്നെ പറഞ്ഞ ഞാനില്ല. ഇങ്ങോട്ട് വാടാ. അമ്മാ ഇങ്ങോട്ട് വാടാ. അമ്മാ വാടാ ഇങ്ങോട്ട്. ബാലു, ബാലേ, നിങ്ങളെന്താ ഇവന്റെ മുഖത്ത് നോക്കൂലേ? ഇവന്റെ മുഖത്ത് നിങ്ങൾ നോക്കൂലേന്ന്? എന്തോന്ന് ബാലു ഇത്? അവന്റെ ജീവിതത്തെ പ്രധാനപ്പെട്ട ഒരു കാര്യത്തിലേക്ക് വന്നപ്പോ അവന്റെ തീരുമാനം അവൻ നിങ്ങളോട് പറഞ്ഞു. എന്ന് വെച്ചാൽ അവന്റെ മുഖത്ത് നോക്കാതെ മോന്തേ മുറിപ്പിച്ചിങ്ങനെ ഇരുന്നാൽ എങ്ങനെയാ? മോന്തേ വീർപ്പിക്കണ? എനിക്ക് തലേക്കിനെ പെരുക്കാനുള്ള പമ്പ് സെറ്റ് ഒന്നും ഇല്ല, അടിച്ചു കയറ്റാനുള്ള വീർപ്പിക്കാനുള്ള. അച്ഛനെ ഓരോന്ന് പറയാൻ ഒഴിയൊന്നും വേണ്ട. അച്ഛന്റെ ഇന്നലെ തൊട്ട് അച്ഛന്റെ മുഖഭാവമൊക്കെ മാറിയിട്ടുണ്ട്. അച്ഛാ, അച്ഛനെ ഇപ്പൊ കണ്ടു കഴിഞ്ഞാൽ ആരെയോ കടിച്ചു കയറാൻ നിൽക്കുന്നുണ്ട്. അച്ഛാ, സത്യം പറഞ്ഞ അച്ഛനെ കാണുമ്പോൾ പേടി വരും. ആണാ? അയ്യോ, കുറച്ചും എല്ലാവരും പറഞ്ഞല്ല. എന്റെ അമ്മ പറഞ്ഞല്ലേ അച്ഛൻ ഭയങ്കര കുട്ടികളിയാണെന്ന്. പിന്നെ ഇളയൊരു പപ്പുണ്ടല്ലോ, അതിന്റെ മുഖത്ത് നോക്കി പറഞ്ഞ അച്ഛൻ ജോക്കറിനെ പോലെ ഇരിക്കുന്നു. അല്ല, ഇപ്പൊ എങ്ങനെ രാക്ഷസനായത്? അല്ല, അച്ഛനിപ്പോ എന്നെ കണ്ണെടുത്താ കണ്ടുകൂടാ, അതെനിക്ക് മനസ്സിലായി. ബാലു, നിങ്ങളുടെ മുഖത്തം ഭാവം മാറ്റം പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റും. ആണാ? അയ്യോ, എനിക്കൊരു മാറ്റമില്ല. മാറ്റമൊക്കെ ബാക്കിയുള്ളത്. എനിക്കൊരു അഹങ്കാരം ഉണ്ടായിരുന്നു. എൻ്റെ മക്കള് ഞാൻ പറയുന്ന അപ്പുറം പോകൂല. ഇപ്പൊ എനിക്ക് മനസ്സിലായി. എല്ലാം മാറി കിട്ടി, തൃപ്തിയായി. അച്ഛൻ ഇതിപ്പോ പ്രശ്നം എന്താ? എഞ്ചിനീയർ സാറിന്റെ കുടുംബത്തിൽ നിന്ന് ഒരു കല്യാണാലോചന വന്നു. ചേട്ടൻ അത് റിജക്ട് ചെയ്തു. അത്രയല്ലേ ഉള്ളൂ. അത് വിട്. ഞാൻ ഒരു കാര്യം പറയാം. ഈ ചെറിയ കാര്യങ്ങളിൽ വിഷമിക്കുകയും സന്തോഷിക്കുകയും ചെയ്യുന്ന ഒരു പച്ചയായ മനുഷ്യനാണ് ഞാൻ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം, എൻ്റെ മോൻ ധിക്കരിക്കുമ്പോൾ എൻ്റെ മോനെ വിളിച്ച് മടിയിരുത്തി
കൊഞ്ചിക്കാനുള്ള വിശാല മനസ്കൃതി എനിക്കില്ല. പിന്നെ എനിക്കിപ്പം കുറച്ച് ദേഷ്യമൊക്കെ ഉണ്ട്, അത് കുറച്ച് കഴിയുമ്പോൾ മാറും. പക്ഷേ എപ്പോൾ മാറുമെന്ന് പറയാനൊന്നും പറ്റില്ല. അമ്മ ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഇപ്പൊ പോവാ, അതുകൊണ്ടാണ് ഞാൻ മാറിയിരിക്കാന്ന് പറഞ്ഞത്. എന്നിട്ട് അച്ഛൻ്റെ ദേഷ്യം എപ്പോൾ കുറയുന്നു, എപ്പോഴും പറയണം അപ്പം എന്നെ വിളിച്ചാൽ മതി, അപ്പം ഞാൻ വന്നോളാം. അതങ്ങനെ ചെയ്യാം. ആ ഡേയ് നിന്റെ കല്യാണം കഴിയാതെ എൻ്റെ ദേഷ്യം പോകൂല, മാറൂല. വേറെ എല്ലാം തികഞ്ഞിട്ടാ നമ്മുടെ കുടുംബം ഇപ്പൊ രാജകീയമായിട്ടാണ് വാഴുന്നത്. ഇനിയിപ്പോ എന്റെ കല്യാണം കൂടി കഴിഞ്ഞാൽ പെർഫെക്റ്റ് ഇല്ലേ ചാ? ഇല്ല അതല്ല അച്ഛൻ ഉദ്ദേശിക്കണ്. അതിന് വർത്താനോടെ ഞാൻ പറഞ്ഞത് ഒരുമാതിരി പരിഹാസം. കുടുംബം രാജകീയമായിട്ട് വാഴണമെന്നാ ഇതുവേ പറഞ്ഞേട്ടേ. കേട്ട് ഞാൻ നിന്റെ മറുപടി നിങ്ങൾ പറയും, നിങ്ങളെ മറുപടി അവൻ പറയും. നീ എന്തിനിത് കേട്ടോണ്ടിരിക്കണത്? ആ വിഷയമേ വിട്, അവസാനിപ്പിക്കുന്നു. ഷേ ഞാൻ അതല്ല ഒന്ന് ആലോചിക്കണത്. ഞാൻ ഇപ്പൊ കുഴിപ്പുറത്ത് വിളിച്ചിട്ട് എന്ത് പറയും? ഞാൻ അവിടുത്തെ അമ്മയോട് പറയുകയും ചെയ്തു ചേട്ടൻ്റെ കല്യാണ ആലോചനയൊക്കെ വന്ന കാര്യം. കല്യാണം എന്ന് കേട്ടപ്പോൾ തന്നെ അവിടുത്തെ അമ്മയ്ക്ക് ഭയങ്കര സന്തോഷമായതാ. അയ്യോ നിന്റെ കുഴിപ്പള്ളം അമ്മയ്ക്ക് ഇവിടുത്തെ കല്യാണം കേട്ട സന്തോഷം മാത്രമല്ലല്ലേ, ലോകത്ത് എവിടെ കല്യാണം ഉണ്ടെങ്കിൽ അവർക്ക് സന്തോഷം തന്നെ. പഴയ ലെറ്റർ പിടിച്ച് നടക്കണം ഇപ്പോഴും കല്യാണത്തിന് പോകാൻ വേണ്ടി. ഒരു അവസരം കിട്ടിക്കഴിഞ്ഞാൽ കറക്റ്റ് എന്റെ തല തന്നെ കയറണം കേട്ടോ. ആ പേര് മാറ്റാൻ വല്ല വൃത്തിയുണ്ടോ? ആ കുഴിപ്പുള്ള എന്നുള്ള തല ചെകിടിച്ച് കേട്ട് ഈ കണ്ണുമ്പോൾ പിള്ളേരെ പിടിച്ചിട്ട് പോ. ഇരു ആവശ്യം ഇവിടെ ഇരുന്ന് ബ്ലഡ് അടിച്ച് പറയാതെ പോ. ഡേടാ കുഴപ്പമാണ്. ഞാൻ എന്റെ റൂമിലോട്ട് പോണ്. വാങ്ങിക്കോട്ടെ, ഇങ്ങോട്ട് വാടാ. പോടാ വാ, കൊണ്ട് വാ, ഒന്നുകൂടെ പുഴുങ്ങിയിട്ട് വാങ്ങിക്കോട്ട്.